ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വനം നിഗൂഢതയും മാന്ത്രികതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന നിരവധി നിധികൾ അവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു. എണ്ണമറ്റ ആളുകൾ അവ കണ്ടെത്താൻ സ്വപ്നം കാണുന്നു. എന്നിരുന്നാലും ഈ നിധികൾ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. ഒരു ഐതിഹാസിക പുരാതന കരകൗശല വസ്തുവിനെ തേടി ഈ വനത്തിലെത്തുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. പര്യവേഷകരുടെ ഒരു വലിയ സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അഗ്വിറ എന്നാണ് പര്യവേഷകന്റെ പേര്. അവർ തിരയുന്ന വസ്തു ചന്ദ്രന്റെ കണ്ണുനീരെന്നറിയപ്പെടുന്നു. അഗ്വിറയും സംഘവും വനത്തിലേക്കുള്ള ആഴത്തിലുള്ള യാത്ര ആരംഭിക്കുന്നു. പെട്ടെന്ന് വനസസ്യങ്ങൾ ജീവൻ പ്രാപിക്കുകയും അവയെ ആക്രമിക്കുകയും ചെയ്യുന്നു. അവർ തിരിച്ചടിക്കാനും രക്ഷപ്പെടാനും പാടുപെടുന്നു. തൽഫലമായി അഗ്വിറയ്ക്കും സംഘത്തിനും സാരമായി പരിക്കേൽക്കുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഒരു ഗോത്രം ഈ പ്രദേശത്തിലൂടെ കടന്നുപോകുന്നു. ഗോത്രവർഗക്കാർ പര്യവേഷകരെ കണ്ടെത്തുകയും അവരുടെ അവസ്ഥ കാണുകയും ചെയ്യുന്നു. അഗ്വിറെ തന്റെ ആളുകളെ രക്ഷിക്കാൻ അവരോട് അപേക്ഷിക്കുന്നു. ഗോത്രവർഗക്കാർ അവരുടെ പരിക്കുകളെ സഹായിക്കാനും ചികിത്സിക്കാനും തീരുമാനിക്കുന്നു. എന്നിരുന്നാലും അഗ്വിറയ്ക്ക് സ്വാർത്ഥമായ ഉദ്ദേശങ്ങളുണ്ട്. നന്ദിയുള്ളവരായിരിക്കുന്നതിനു പകരം ചന്ദ്രന്റെ കണ്ണുനീർ കണ്ടെത്തുന്നതിൽ അദ്ദേഹം അഭിനിവേശം പുലർത്തുന്നു. ഗോത്രം ഈ പ്രദേശത്താണെന്നും കരകൗശല വസ്തുവിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുമെന്നും അദ്ദേഹത്തിനറിയാം. ഇക്കാരണത്താൽ ചന്ദ്രന്റെ കണ്ണുനീരുമായി ബന്ധപ്പെട്ട വിശുദ്ധ അമ്പടയാളം അദ്ദേഹം അവരോട് ചോദിക്കുന്നു. ഗോത്രക്കാർ അത് അദ്ദേഹത്തിന് നൽകാൻ വിസമ്മതിക്കുന്നു. കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തപ്പോൾ അഗ്വിറെ അവർക്കെതിരെ തിരിയുന്നു. അവൻ ഗോത്രത്തെ ആക്രമിക്കുകയും ബലപ്രയോഗത്തിലൂടെ അമ്പടയാളം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി അഗ്വിറയും സംഘവും ശപിക്കപ്പെട്ടവരാകുന്നു. ഗോത്രത്തലവൻ അവരുടെ മേൽ ശക്തമായ ശാപം വയ്ക്കുന്നു. സമാധാനം കണ്ടാതെ അവർ എന്നേക്കുമായി കാട്ടിൽ അലഞ്ഞുതിരിയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അവർ ആമസോൺ നദി കടന്നാൽ കല്ലായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഈ സംഭവങ്ങൾക്കു ശേഷം നിരവധി വർഷങ്ങൾ കടന്നുപോകുന്നു. കഥ പിന്നീട് വർത്തമാനകാലത്തേക്ക് മാറുന്നു. ഡോക്ടർ ലില്ലിയെയും അവരുടെ സഹായിയായി ജോലി ചെയ്യുന്ന ഇളയ സഹോദരനെയും പരിചയപ്പെടുത്തുന്നു. ലില്ലിയുടെ സഹോദരൻ ചന്ദ്രന്റെ കണ്ണുനീരിനെക്കുറിച്ചൊരു അവതരണം നടത്തുകയാണ്. ചന്ദ്രന്റെ കണ്ണുനീർ യഥാർത്ഥത്തിൽ അപൂർവവും പുരാതനവുമായ ഒരു വൃക്ഷമാണെന്ന് വെളിപ്പെടുത്തുന്നു. നിരവധി ആളുകൾ ഇത് തിരയാൻ വർഷങ്ങളോളം ചെലവഴിച്ചു. ഈ വൃക്ഷത്തിന് ശ്രദ്ധേയമായ രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന്റെ ഇലകൾ ഗുരുതരമായ രോഗങ്ങൾ ഭേദമാക്കാൻ സഹായിക്കുകയും ശക്തമായ മരുന്നുകളുടെ നിർമ്മാണത്തിലേക്കും നയിക്കുകയും ചെയ്യും. ഈ ഗുണങ്ങൾ കാരണം പലരും ഇത് കണ്ടെത്താൻ ഉത്സുകരാണ്. അവരുടെ പക്കലുള്ള വിവരങ്ങൾ അനുസരിച്ച് മരം കണ്ടെത്തുന്നതിനുള്ള താക്കോലാണ് അമ്പടയാളം. മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം ലില്ലി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. ഒരു രാജകുമാരിയും കെട്ടിടത്തിലുണ്ട്. ഇരുവരും ഹ്രസ്വമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ലില്ലി തിടുക്കത്തിലാണ്. അവൾ നിശബ്ദമായി മുകളിലത്തെ നിലയിൽ ഒളിച്ചു നിൽക്കുകയും ഒരു വലിയ പെട്ടി കണ്ടെത്തുകയും ചെയ്യുന്നു. അവൾ അത് തുറക്കുമ്പോൾ അകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പെട്ടി അവൾ കാണുന്നു. ചെറിയ പെട്ടിക്കുള്ളിൽ ചന്ദ്രന്റെ കണ്ണുനീരുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അമ്പടയാളമുണ്ട്. അമ്പടയാളവുമായി ലില്ലി രക്ഷപ്പെടുമ്പോൾ രാജകുമാരൻ അവളെ ശ്രദ്ധിക്കുന്നു. അവൻ വേഗം അവളെ തടയാൻ ശ്രമിക്കുന്നു. ആ നിമിഷം ലില്ലി ജനാലയ്ക്ക് പുറത്തുള്ള ഒരു കോവണിക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടി തിരികെ നൽകിയില്ലെങ്കിൽ വീഴുമെന്ന് രാജകുമാരൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. സ്വയം രക്ഷിക്കാൻ ലില്ലി ഒഴിഞ്ഞ പെട്ടി അയാൾക്ക് നേരെ എറിയുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അമ്പടയാളവും സഹോദരനുമായി അവൾ വീട്ടിലേക്ക് മടങ്ങുന്നു. എല്ലാത്തിനുമുപരി അമ്പടയാളം നേടുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അതേസമയം പെട്ടി ശൂന്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ രാജകുമാരന് ദേഷ്യം വരുന്നു. ലില്ലിയെയും അവരുടെ സഹോദരനെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. തുടർന്ന് ലില്ലിയും അവരുടെ സഹോദരനും ആമസോൺ മഴക്കാടുകളിലേക്ക് പോകാൻ പദ്ധതിയിടുന്നു. ഐതിഹാസികമായ ചന്ദ്രന്റെ കണ്ണുനീർ കണ്ടെത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആ രംഗം പിന്നീട് കാട്ടിൽ ജോലി ചെയ്യുന്ന ഫ്രാങ്ക് എന്ന ഗൈഡിലേക്ക് മാറുന്നു. വിനോദസഞ്ചാരികളെ ബോട്ട് ടൂറുകൾക്ക് കൊണ്ടുപോകുകയും വനത്തിന്റെ സൗന്ദര്യം കാണിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം പണം സമ്പാദിക്കുന്നു. ഒരു ദിവസം ഒരാൾ ഫ്രാങ്കിനെ സമീപിക്കുകയും കുറച്ചുകാലം മുമ്പ് ഫ്രാങ്ക് തന്നിൽ നിന്ന് കടം വാങ്ങിയ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഫ്രാങ്ക് കൂടുതൽ സമയം ചോദിക്കുകയും കടമുടൻ തിരിച്ചടക്കാൻ കഴിയില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഫ്രാങ്കിന് പണം തിരികെ നൽകാൻ കഴിയാത്തതിനാൽ ആ മനുഷ്യൻ ഫ്രാങ്കിന്റെ ബോട്ട് എഞ്ചിനിൽ നിന്ന് താക്കോൽ നീക്കുന്നു. ആ മനുഷ്യന് ഒരു തത്തയുമുണ്ട്. താക്കോൽ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഫ്രാങ്ക് രഹസ്യമായി ശ്രദ്ധിക്കുകയും പിന്നീട് അത് വീണ്ടെടുക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു. അതേസമയം ലില്ലി അതേ സ്ഥലത്തെത്തുന്നു. ഒരു ബോട്ട് വാടകയ്ക്കെടുക്കുന്നതിനെ കുറിച്ച് ഈ മനുഷ്യനോട് ചോദിക്കാനാണ് അവൾ വന്നിരിക്കുന്നത്. ഫ്രാങ്കിന്റെ എഞ്ചിൻ താക്കോൽ എടുത്ത ആൾ ഈ പ്രദേശത്ത് സുപരിചിതനാണ്. ഫ്രാങ്ക് അവിടെ നിൽക്കുന്നതിനാൽ താൻ പ്രശസ്തമായ ബോട്ടുടമയാണെന്ന് ലില്ലി തെറ്റായി അനുമാനിക്കുന്നു. എല്ലാത്തിനുമുപരി അവരിരുവരും ഒരേ ഓഫീസിലാണ്. ഫ്രാങ്ക് ആദ്യർത്ഥം മറ്റൊരാളാണെന്ന് അവൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? അവർക്കിടയിൽ ഒരു സംഭാഷണം ആരംഭിക്കുന്നു. കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഫ്രാങ്ക് എത്ര പണം ഈടാക്കുമെന്ന് ലില്ലി ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഓഫീസിന്റെ യഥാർത്ഥ ഉടമ എത്തുന്നു. തത്തയുടെ ഉടമയായ അതേ മനുഷ്യനാണ് അദ്ദേഹം. സത്യം അറിഞ്ഞതിനു ശേഷം ലില്ലി അസ്വസ്ഥനാകുന്നു. അവൾ
അവൾ ഉടൻ തന്നെ ഫ്രാങ്കിനൊപ്പം യാത്ര ചെയ്യാൻ വിസമ്മതിക്കുന്നു. എന്നാൽ ലില്ലിയുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ടിയേഴ്സ് ഓഫ് ദി മൂൺ അമ്പടയാളം ഫ്രാങ്ക് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ അവനെ പോകാൻ അനുവദിക്കാതിരിക്കാൻ ശക്തമായ ഒരു കാരണമുണ്ട്. തന്നെ നിയമിക്കാൻ ലില്ലിയെ ബോധ്യപ്പെടുത്താൻ ആവുന്നതെല്ലാം ചെയ്യുന്നു. കുറഞ്ഞ വിലയ്ക്ക് അവളെ കൊണ്ടുപോകാൻ പോലും അവൻ വാഗ്ദാനം ചെയ്യുന്നു. അത് അവൾക്കൊരു വലിയ ഇടപാടായിരിക്കുമെന്ന് അവൻ അവളോട് പറയുന്നു. എന്നിരുന്നാലും ലില്ലി നിരസിക്കുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സംഭവം എല്ലാം മാറ്റം വരുത്തുന്നു. ഒരു പുള്ളിപ്പുലി സമീപത്ത് പ്രത്യക്ഷപ്പെടുകയും ആളുകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഭയന്ന് ഓടിപ്പോകുന്നു. എന്നിരുന്നാലും ഫ്രാങ്ക് ധീരമായി സാഹചര്യം കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ധൈര്യവും ആത്മവിശ്വാസവും ലില്ലിയെ ആകർഷിക്കുന്നു. ഇതിന് സാക്ഷ്യം വഹിച്ച ശേഷം ഫ്രാങ്കിനെ പോലുള്ള ഒരു നിർഭയ ഗൈഡ് തനിക്ക് ആവശ്യമാണെന്ന് അവൾ തീരുമാനിക്കുന്നു. ഫ്രാങ്ക് തന്റെ എഞ്ചിൻ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഇരുവരും ഒരുമിച്ചു പോകാൻ തയ്യാറെടുക്കുന്നു. എന്നിരുന്നാലും ബോട്ട് പുറപ്പെടുന്നതിനു മുമ്പ് നിരവധി ആളുകൾ ലില്ലിയെ പിടികൂടുന്നു. അവൻ അവളെ ഒരു കൂട്ടിൽ നിർത്തി മൂടുന്നു. പെട്ടെന്ന് ലില്ലി ഉള്ളിൽ നിന്ന് കൂട് തുറക്കുന്നു. അവൾ തിരിച്ചടിക്കുകയും അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അവൾ അതിനായി ഓടുന്നു. ഈ ആളുകളെ യഥാർത്ഥത്തിൽ അയച്ചത് രാജകുമാരനാണ്. ലില്ലിയിൽ നിന്ന് ടിയേഴ്സ് ഓഫ് ദ മൂൺ ആരോഹെഡ് എടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ലില്ലി രക്ഷപ്പെട്ട് ഒരു ഉയർന്ന കെട്ടിടത്തിന് കുറുകെ ഓടുന്നു. നിർഭാഗ്യവശാൽ അവൾക്ക് അവളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും വീഴുകയും ചെയ്യുന്നു. ആ നിമിഷം ഫ്രാങ്ക് എത്തി അവളെ അവളുടെ കാലിൽ നിൽക്കാൻ സഹായിക്കുന്നു. അവൻ വെള്ളത്തിൽ ചാടി അവളോട് തന്നെ അനുഗമിക്കാൻ പറയുന്നു. എന്നിരുന്നാലും നീന്താൻ അറിയാത്തതിനാൽ ലില്ലിക്ക് വെള്ളത്തെ ഭയമാണ്. ചാടുന്നതിനു പകരം അവൾ ഒരു കയർ ഉപയോഗിച്ച് കുറുകെ ബോട്ടിലെത്തുന്നു. ഇതിനിടയിൽ രാജകുമാരൻ അവരെ പിടികൂടുന്നു. ബോട്ട് നീങ്ങുമ്പോൾ അയാൾ അതിനു നേരെ വെടിയുതിർക്കാൻ തുടങ്ങുന്നു. രാജകുമാരൻ ഒരു അന്തർവാഹിനിയിൽ അവരെ പിന്തുടരുന്നു. ഫ്രാങ്ക് നൈപുണ്യത്തോടെ ബോട്ട് കൈകാര്യം ചെയ്യുകയും ഇൻകമിംഗ് ഷോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. തുടർന്ന് രാജകുമാരൻ അവർക്ക് നേരെ 2 ടോർപിഡോകൾ പ്രയോഗിക്കുന്നു. ഫ്രാങ്ക് വേഗത്തിൽ ദിശ മാറ്റുകയും 2 ആക്രമണങ്ങളും വിജയകരമായി ഒഴിവാക്കുകയും ചെയ്യുന്നു. ഫലമായി രാജകുമാരന്റെ സ്വന്തം അന്തർവാഹിനി കുടുങ്ങുകയും പിന്തുടർച്ച തുടരാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. തൽക്കാലം അവർക്ക് പിന്നിലുള്ള അപകടത്തോടെ ഫ്രാങ്കും ലില്ലിയും കാട്ടിലേക്ക് കൂടുതൽ ആഴത്തിലുള്ള യാത്ര തുടരുന്നു. രാത്രി വരുമ്പോൾ അവർ വിശ്രമിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിർത്തുന്നു. ലില്ലിക്കും അവളുടെ സഹോദരനും വേണ്ടി ഫ്രാങ്ക് കുറച്ച് മത്സ്യം പിടിക്കുകയും അവർ അത്താഴത്തിന് കഴിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി ഫ്രാങ്കും ലില്ലിയും ബോട്ടിനു മുകളിൽ ഇരുന്ന് സംസാരിക്കുന്നു. പെട്ടെന്ന് ലില്ലിയുടെ സഹോദരൻ ഭയന്ന് മുകളിലേക്ക് കയറുന്നു. അദ്ദേഹം അതേ പുള്ളിപ്പുലി ബോട്ടിലുണ്ടെന്ന് അവരോട് പറയുന്നു. ഫ്രാങ്ക് ശാന്തമായി മറുപടി നൽകി, "വിഷമിക്കേണ്ട, ഇത് എന്റെ വളർത്തുമൃഗമാണ്." ഇത് കേട്ട് ലില്ലി ദേഷ്യപ്പെടുന്നു. തന്നോടൊപ്പം യാത്ര ചെയ്യാൻ തന്നെ ബോധ്യപ്പെടുത്തുന്നതിനായി ഫ്രാങ്ക് മുൻ സംഭവം ആസൂത്രണം ചെയ്തതായി അവൾ മനസ്സിലാക്കുന്നു. അതേസമയം രാജകുമാരൻ ഒരു കയറിന്റെ സഹായത്തോടെ ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതായി കാണിക്കുന്നു. അകത്ത് അവൻ അഗ്വിറയെയും സംഘത്തെയും കണ്ടെത്തുന്നു. ശാപം കാരണം അവയെല്ലാം കല്ലായി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും രാജകുമാരന്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. നദി കടക്കാൻ ശ്രമിക്കുമ്പോൾ അഗ്വിറയും തന്റെ ആളുകളും ശപിക്കപ്പെട്ടവരാണെന്ന് അവനറിയാം. നദിയിലെ വെള്ളം അവരുമായി സമ്പർക്കം പുലർത്തിയതിനാൽ ശാപം പ്രാബല്യത്തിൽ വന്നു. രാജകുമാരൻ നദിയിലെ വെള്ളത്തിന്റെ ഏതാനും തുള്ളികൾ കല്ലുകൾക്ക് മുകളിൽ ഒഴിക്കുന്നു. നിമിഷങ്ങൾക്ക് ശേഷം അഗ്വിറയുടെ ശരീരത്തിൽ നിന്ന് 2 പാമ്പുകൾ പുറത്തുവരുന്നു. അഗ്വിറയുടെ ഇഷ്ടപ്രകാരമാണ് ഈ പാമ്പുകൾ പ്രവർത്തിക്കുന്നത്. രാജകുമാരൻ അവർക്കൊരു വാഗ്ദാനം നൽകുന്നു. നിലവിൽ ഒരു പെൺകുട്ടിക്ക് ടിയേഴ്സ് ഓഫ് ദ മൂൺ ആരോഹെഡ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അവർ അമ്പടയാളം കൊണ്ടുവന്നാൽ വിശുദ്ധ വൃക്ഷത്തിന്റെ ഒരു ഭാഗം നേടാൻ അവൻ അവരെ സഹായിക്കും. അഗ്വിറയും അദ്ദേഹത്തിന്റെ ആളുകളും കല്ലിന്റെ രൂപത്തിൽ കുടുങ്ങിയിരിക്കുന്നതിനാൽ അവർക്ക് സ്വയം അത് തിരയാൻ കഴിയില്ല. വാഗ്ദാനം കേട്ട ശേഷം പാമ്പുകൾ സമ്മതിക്കുകയും അമ്പടയാളം കണ്ടെത്താൻ പോകുകയും ചെയ്യുന്നു. അതേസമയം ഫ്രാങ്കും കൂട്ടാളികളും അവരുടെ യാത്ര തുടരുന്നു. അവർ കടന്നുപോകുന്ന വഴി അങ്ങേയറ്റം അപകടകരമാണ്. പെട്ടെന്ന് ശക്തമായൊരു കൊടുങ്കാറ്റ് ഈ പ്രദേശത്ത് ആഞ്ഞടിച്ചു. ബോട്ട് അക്രമാസക്തമായി കുലുങ്ങാൻ തുടങ്ങുകയും എല്ലാവരും തങ്ങളുടെ ജീവൻ ഭയപ്പെടുകയും ചെയ്യുന്നു. അവർക്ക് മുന്നിൽ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. ദുരന്തത്തിന് തൊട്ടുമുമ്പ് ഫ്രാങ്ക് ബോട്ടിനെ നൈപുണ്യത്തോടെ നിയന്ത്രിക്കുന്നു. തന്റെ അറിവുപയോഗിച്ച് അദ്ദേഹം എല്ലാവരെയും അപകടത്തിലൂടെ സുരക്ഷിതമായി നയിക്കുന്നു. അവരുടെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും കൊടുങ്കാറ്റിൽ ബോട്ടിന് കനത്ത കേടുപാടുകൾ സംഭവിക്കുന്നു. ഫ്രാങ്ക് അടുത്തുള്ളൊരു സ്ഥലത്ത് നിർത്തുകയും അത് നന്നാക്കാൻ തടി ശേഖരിക്കുകയും ചെയ്യുന്നു. അവൻ ജോലിയിൽ തിരക്കിലായിരിക്കുമ്പോൾ ബോട്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ക്യാബിൻ ലില്ലി കണ്ടെത്തുന്നു. അവിടെ അവൾ ചന്ദ്രന്റെ കണ്ണുനീർ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം കണ്ടെത്തുന്നു. അത് വായിക്കുമ്പോൾ ഫ്രാങ്കും ഐതിഹാസിക വൃക്ഷത്തിനായി തിരയുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ആ നിമിഷം ഫ്രാങ്ക് ക്യാബിനിലേക്ക് പ്രവേശിക്കുന്നു. ലില്ലി അവനെ അഭിമുഖീകരിക്കുകയും അവൻ ചന്ദ്രന്റെ കണ്ണുനീർ മുഴുവൻ തിരയുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. അവരുടെ അന്വേഷണത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതിനാലാണ് അവരവരെ കൊണ്ടുവന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. ഫ്രാങ്ക് ഈ ആരോപണം നിഷേധിക്കുന്നു.
മരം കണ്ടെത്തുക എളുപ്പമായിരുന്നെങ്കിൽ അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തുമായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. വളരെ കാലമായി താൻ അതിനായി തിരഞ്ഞിട്ടില്ലെന്ന് അവളോട് പറയുന്നു. അമ്പടയാളം കൈവശമുള്ളതിനാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ലില്ലി പ്രതികരിക്കുന്നു. പെട്ടെന്ന് ബോട്ടിന് മുകളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം അവർ കേൾക്കുന്നു. അവരന്വേഷിക്കാൻ പോകുമ്പോൾ അവർ ഒരു കൂട്ടം ആദിവാസി യോദ്ധാക്കളെ കണ്ടെത്തുന്നു. യോദ്ധാക്കൾ അവരെ വേഗത്തിൽ പിടികൂടുന്നു. ഫ്രാങ്ക് അവരുമായി അവരുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം അവളും അവളുടെ സഹോദരനും നിരപരാധികളാണെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചതായി അദ്ദേഹം ലില്ലിയോട് പറയുന്നു. ഗോത്രം അവരെ മോചിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നിരുന്നാലും യോദ്ധാക്കൾക്ക് ബോധ്യപ്പെടുന്നില്ല. അവർ പരസ്പരം എന്തോ ചർച്ച ചെയ്യുന്നത് തുടരുന്നു. ഗോത്രത്തിന് ചന്ദ്രന്റെ അമ്പടയാളത്തിന്റെ കണ്ണുനീർ വേണമെന്ന് ഫ്രാങ്ക് ലില്ലിയോട് പറയുന്നു. അമ്പടയാളം കൈമാറിയാൽ എല്ലാവരെയും സമാധാനപരമായി പോകാൻ അനുവദിക്കുമെന്ന് അവർ പറഞ്ഞു. ലില്ലി ഉടൻ തന്നെ വിസമ്മതിച്ചു. എന്നിരുന്നാലും അടുത്തതായി സംഭവിക്കുന്നതെന്തും നേരിടാൻ അവൾ സ്വയം തയ്യാറെടുക്കുന്നു. അവൾ ഒരു കുന്തമുയർത്തി സ്വയം പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നു. അകത്ത് അവരൊരു പുരാതന വൃക്ഷത്തെ കണ്ടെത്തുന്നു. എന്നിരുന്നാലും അത് ഇരുണ്ടതും നിർജീവവും ഉണങ്ങിയതുമായി കാണപ്പെടുന്നു. മരം പൂക്കുന്നതായിരുന്നിരിക്കണം, പക്ഷെ അങ്ങനെയല്ല. അമ്പടയാളം അത് സജീവമാക്കുന്നതിനുള്ള താക്കോലാണെന്ന് അവർ ഉടൻ മനസ്സിലാക്കുന്നു. രാജകുമാരൻ ഫ്രാങ്കിന്റെ അടുത്തേക്ക് തിരിയുന്നു. ഫ്രാങ്ക് ഈ മരത്തിനായി നൂറ്റാണ്ടുകൾ ചെലവഴിച്ചതിനാൽ ഈ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് രാജകുമാരൻ അനുമാനിക്കുന്നു. അമ്പടയാളം ഉള്ളിടത്ത് സ്ഥാപിക്കാൻ അദ്ദേഹം ഫ്രാങ്കിനോട് ഉത്തരവിടുന്നു. ഫ്രാങ്ക് സമ്മതിക്കുന്നു, പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം. ശാപം നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. നൂറ്റാണ്ടുകളുടെ അനന്തമായ ജീവിതത്തിന് ശേഷം അദ്ദേഹം ഒടുവിൽ സമാധാനം ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് ലില്ലി വികാരാധീനയാകുന്നു. അവരുടെ യാത്രയ്ക്കിടയിൽ അവർക്ക് ഫ്രാങ്കുമായി അടുപ്പം വളർന്നു. അവനെ നഷ്ടപ്പെടുമെന്ന ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നു. ഫ്രാങ്ക് ആ പ്രദേശം പരിശോധിക്കുന്നു. പക്ഷേ അമ്പടയാളം എവിടെയാണ് യോജിക്കുന്നതെന്ന് ഉടൻ നിർണയിക്കാൻ കഴിയില്ല. അവൻ ലില്ലിയോട് സഹായം ചോദിക്കുന്നു. ലില്ലി സമ്മതിക്കുന്നു. പക്ഷേ അവളും ഒരു അഭ്യർത്ഥന നടത്തുന്നു. ആ മരത്തിന്റെ പൂക്കളിൽ ഒരെണ്ണം തനിക്കാവശ്യമാണെന്ന് അവൾ പറയുന്നു. രാജകുമാരൻ വിസമ്മതിച്ചു. ഒരു പൂവ് മാത്രമേ ലഭ്യമാകൂവെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആരാണ് ഏറ്റവും അർഹനെന്ന് എല്ലാവരും തീരുമാനിക്കണം. തുടർന്ന് ഫ്രാങ്ക് ലില്ലിയെ നോക്കി അവളോട് നിശബ്ദമായി സംസാരിക്കുന്നു. അമ്പടയാളം മെക്കാനിസത്തിൽ സ്ഥാപിക്കാൻ അവളോട് പറയുന്നു. പുഷ്പം പ്രത്യക്ഷപ്പെട്ടാൽ അത് സൂക്ഷിക്കാനും അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവസാനിക്കുമ്പോൾ മാത്രമേ അവൻ ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയുള്ളൂ. ഇനി ലോകത്തിൽ കുടുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഫ്രാങ്ക് വിശദീകരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ കഷ്ടപ്പാടുകൾക്ക് ശേഷം അവൻ സമാധാനത്തോടെ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. ലില്ലി അവന്റെ വികാരങ്ങൾ മനസ്സിലാക്കുകയും അവനെ സഹായിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് അവർ അമ്പടയാളം മെക്കാനിസത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ഇത് എവിടെയും യോജിക്കുന്നില്ല. ഗോത്രത്തലവൻ അവരോട് പറഞ്ഞ ഒരു കാര്യം അവർ ഓർക്കുന്നു. അമ്പടയാളത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന പാമ്പിന്റെ ഹൃദയമാണ് യഥാർത്ഥ താക്കോലെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. അവ അമ്പടയാളം തകർക്കുന്നു. അകത്ത് തിളങ്ങുന്ന ചുവന്ന രത്നം അവർ കണ്ടെത്തുന്നു. ഇതാണ് യഥാർത്ഥ താക്കോലെന്ന് മനസ്സിലാക്കിയ അവർ അത് മരത്തിന്റെ കൊത്തുപണികളുള്ള ഒരു ഭാഗത്ത് സ്ഥാപിക്കുന്നു. പുരാതന വൃക്ഷം ഉടൻ തന്നെ തിളങ്ങാൻ തുടങ്ങുന്നു. അതിന്റെ ശാഖകളിലുടനീളം മനോഹരമായ പിങ്ക് പൂക്കൾ വിരിയാൻ തുടങ്ങുന്നു. ഇത് കാണുമ്പോൾ രാജകുമാരൻ നിരാശനാകുന്നു. എല്ലാ പൂക്കളും സ്വന്തമായി എടുക്കുന്നതിനു മുമ്പ് ഫ്രാങ്ക് തന്റെ ആളുകളെ ആക്രമിക്കുന്നു. അവൻ അവരോട് കഠിനമായി പോരാടുകയും എല്ലാവരുടെയും ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ മതിയായ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. സാഹചര്യം മുതലെടുത്ത് ലില്ലി മരത്തിൽ കയറാൻ തുടങ്ങുന്നു. എന്നിരുന്നാലും രക്തചന്ദ്രൻ അവസാനിക്കാൻ വളരെ കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ. ലില്ലി ഉയരത്തിലെത്തുമ്പോൾ പൂക്കൾ വാടിപ്പോകുന്നു. അവൾ ഒരെണ്ണത്തിനായി എത്തുമ്പോൾ അത് ചാരമായി മാറുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ അവശേഷിക്കുന്ന ഒരു പൂവിന്റെ കഷണം അവൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. രാജകുമാരൻ താഴെ നിന്ന് നിലവിളിക്കുകയും അത് തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പകരം ലില്ലി പൂവ് ഫ്രാങ്കിനെറിയുന്നു. ഫ്രാങ്ക് അത് വിജയകരമായി പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് രാജകുമാരനും അഗ്വിറിനും ദേഷ്യം വരുന്നു. തങ്ങളുടെ അവസാന അവസരം നഷ്ടമാകുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി അവർ എന്ത് വില കൊടുത്തും ലില്ലിയെയും ഫ്രാങ്കിനെയും തടയാൻ ദൃഢനിശ്ചയത്തിലാണ്. ലില്ലിയെ സംരക്ഷിക്കാൻ ഫ്രാങ്ക് അവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്നു. പൂവിനെ പിടിച്ച് അവനെ അവരിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അവൻ തന്റെ ബോട്ട് ഉപയോഗിച്ച് വേഗത്തിൽ രക്ഷപ്പെടുന്നു. ഇതിനിടയിൽ ഒരു വലിയ പാറ രാജകുമാരന്റെ മേൽ വീഴുന്നു. പിന്തുടർച്ച തുടരുന്നതിന് തൊട്ടുമുമ്പ് ആഘാതം അവനെ കൊല്ലുന്നു. എന്നിരുന്നാലും അഗ്വിറെ പിന്മാറാൻ വിസമ്മതിക്കുന്നു. രോഷാകുലനായ അദ്ദേഹം ഫ്രാങ്കിനെയും ബോട്ടിനെയും പിന്തുടരുന്നത് തുടരുന്നു. അതേസമയം തുണിയിൽ പൊതിഞ്ഞ ഒരു പുഷ്പം ലില്ലി കണ്ടെത്തുന്നു.
അതേ പൂവ് ഫ്രാങ്ക് നേരത്തെ രഹസ്യമായി അവളുടെ സഹോദരന് നൽകിയിരുന്നു. ലില്ലി ആഴത്തിൽ വികാരാധീനയാകുന്നു. അവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് പൂവ് ലഭ്യമായുവെന്നുറപ്പാക്കുന്നതിനും ഫ്രാങ്ക് എല്ലാം അപകടത്തിലാക്കിയതായി അവൾ മനസ്സിലാക്കുന്നു. താമസിയാതെ ഫ്രാങ്കിന്റെ ബോട്ട് ഒരു തടസ്സത്തിൽ ഇടിച്ചു കയറുന്നു. ആ നിമിഷത്തിൽ ചുറ്റുമുള്ള മരങ്ങൾ ജീവൻ പ്രാപിക്കുന്നു. ആളുകൾ മുമ്പ് കല്ലായി മാറിയ അതേ ശപിക്കപ്പെട്ട പ്രദേശമാണിത്. ജീവനുള്ള മരങ്ങൾ എല്ലാവരെയും അവരുടെ പിടിയിലാക്കുന്നു. താമസിയാതെ ഫ്രാങ്കും മറ്റുള്ളവരും നിശ്ചലരാകുന്നു. ലില്ലി എത്തുമ്പോൾ ഫ്രാങ്ക് കുടുങ്ങിക്കിടക്കുന്നതും ചലനരഹിതവുമായിരിക്കുന്നതും അവർ കാണുന്നു. ആ കാഴ്ച അവളെ സങ്കടം കൊണ്ട് നിറയ്ക്കുന്നു. ഒരു പ്രതികരണം പ്രതീക്ഷിച്ച് അവൾ സൗമ്യമായി അവന്റെ മുഖത്ത് സ്പർശിക്കുന്നു. ഒന്നും സംഭവിക്കില്ല. ഉപേക്ഷിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ താൻ നേടാൻ കഠിനാധ്വാനം ചെയ്ത പുഷ്പം അവൾ എടുക്കുന്നു. അവർ അത് ഫ്രാങ്കിന്റെ വായിലിടുന്നു. ഒരു നിമിഷം ഒന്നും മാറിയിട്ടില്ലെന്ന് തോന്നി. പുഷ്പം അപ്രത്യക്ഷമാകുകയും ഫ്രാങ്ക് നിശ്ചലനാവുകയും ചെയ്യുന്നു. ഹൃദയം തകർന്ന ലില്ലി തന്റെ സഹോദരനോടൊപ്പം പോകാൻ തുടങ്ങുന്നു. ലില്ലിയും അവനുടെ സഹോദരനും നടന്നു പോകുമ്പോൾ അവർ പെട്ടെന്ന് പുള്ളിപ്പുലിയുടെ ശബ്ദം കേൾക്കുന്നു. ലില്ലിയിൽ പ്രതീക്ഷയുടെ ഒരു തീപ്പൊരി മടങ്ങി വരുന്നു. ഫ്രാങ്കിനെ പരിശോധിക്കാൻ അവൾ വേഗം തിരിച്ചു പോകുന്നു. അവളുടെ ആശ്വാസത്തിന് അവൻ ഉണർന്നു. നൂറ്റാണ്ടുകളിൽ ആദ്യമായി അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒടുവിൽ ശാപം തകർന്നുവെന്ന് തെളിയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സാധാരണഗതിയിൽ രക്തസ്രാവം പോലും നടക്കുന്നുണ്ട്. സന്തോഷത്തോടെ ലില്ലി അവനെ ആലിംഗനം ചെയ്യുന്നു. അവരുടെ ഇളയ സഹോദരനും ഒരുപോലെ ആവേശത്തിലാണ്. പുള്ളിപ്പുലി സന്തോഷത്തോടെ അവരോടൊപ്പം ചേരുന്നു. അവർ 4 പേരും കാട് വിട്ടുപോകാൻ തയ്യാറെടുക്കുന്നു. പോകുന്നതിനു മുമ്പ് ഒരു അവസാന പുഷ്പം ഇപ്പോഴും മരത്തിൽ അവശേഷിക്കുന്നതായി അവർ ശ്രദ്ധിക്കുന്നു. ലില്ലി അത് ശ്രദ്ധാപൂർവം തന്നോടൊപ്പം കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അവൾ ശക്തമായ മരുന്നുകൾ നിർമ്മിക്കാൻ പൂവ് ഉപയോഗിക്കുന്നു. ഈ മരുന്നുകളും അവയുടെ ഗുണങ്ങളും വ്യാപകമായി അറിയപ്പെടുന്നു. ഫലഫലമായി ലില്ലിയും അവരുടെ സഹോദരനും ലോകമെമ്പാടും അംഗീകാരം നേടുന്നു. അവസാന രംഗങ്ങളിൽ ആധുനിക ജീവിതവുമായി പൊരുത്തപ്പെടാൻ ലില്ലി ഫ്രാങ്കിനെ സഹായിക്കുന്നു. തനിക്ക് ചുറ്റുമുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ എങ്ങനെ നയിക്കാമെന്നും ഡ്രൈവ് ചെയ്യാമെന്നും അവൾ അവനെ പഠിപ്പിക്കുന്നു. പുള്ളിപ്പുലി അവരോടൊപ്പം കാറിന്റെ പിൻസീറ്റിൽ സവാരി ചെയ്യുന്നു. ലണ്ടനിലെ തെരുവുകളിലൂടെ വാഹനമോടിക്കുമ്പോൾ അവർ ഒരുമിച്ച് അവരുടെ പുതിയ ജീവിതം ആസ്വദിക്കുന്നു. സന്തോഷകരവും ഹൃദയസ്പർശിയുമായ ഈ നിമിഷത്തിലാണ് കഥ അവസാനിക്കുന്നത്.